വർഷം അവസാനിക്കാൻ വെറും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. സ്മാർട്ട് ഫോണുകളുടെ വിപണിയെ സംബന്ധിച്ച് ഭേദപ്പെട്ട ഒരു വർഷമായിരുന്നു 2023. എന്നാൽ വരാനിരിക്കുന്ന വർഷത്തിൽ സ്മാർട്ട് ഫോൺ വിപണി കുതിച്ചുയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സാംസങ്ങിന്റെ S24 അൾട്ര പോലുള്ള ഫോണുകൾ 2024 ഇറങ്ങുന്നത്. 2024 ആദ്യ മാസത്തിൽ തന്നെ സാംസങ് S24 അൾട്ര അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഫോണിന് പുറമെ മറ്റു നിരവധി ഫോണുകളും ജനുവരി മാസത്തിൽ ഇന്ത്യയിൽ എത്തുന്നുണ്ട്. വിവോ X100 സീരീസ് ഫോണുകൾ, റെഡ്മി നോട്ട് 13, OnePlus 12 എന്നിവയാണ് അടുത്ത മാസം ഇന്ത്യൻ വിപണിയിലെത്തുന്ന മറ്റ് സുപ്രധാന ഫോണുകൾ. ഇതിൽ പല ഫോണുകളുടെയും ഫീച്ചറുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഫീച്ചറുകൾ പുറത്തുവിട്ട ഒരു ഫോണാണ് OnePlusന്റെ A3 അഥവാ 12R എന്ന പുതിയ മോഡൽ. ജനുവരി 4 ഈ ഫോൺ അവതരിപ്പിക്കുമെന്നാണ് OnePlus അറിയിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ഫോണിന്റെ ചില ഫീച്ചറുകൾ പുറത്തുവിട്ടുകൊണ്ട് ഒരു ടീസർ OnePlus അവതരിപ്പിച്ചിരുന്നു. OnePlusന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ടീസറും ഫോണിന്റെ ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മിങ്ഷ ഗോൾഡ് എന്ന നിറത്തിലുള്ള ഫോണിന്റെ ചിത്രങ്ങളാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. ഗോൾഡൻ ഫിനിഷിംഗ് ഉള്ള ഒരു മെറ്റൽ ഫ്രെയിം ആണ് ഈ ഫോണിനുള്ളത്. സാധാരണ സാങ്കേതിക വിദ്യകളേക്കാൾ ചിലവേറിയ ഗ്ലാസ് സാങ്കേതിക വിദ്യയാണ് ഈ ഫോണിനായി തങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് OnePlusന്റെ ചൈന മേധാവി ലൂയിസ് ജി പറഞ്ഞു. ബഡ്ജറ്റിനനുസരിച്ച മികച്ച ഫോണായിരിക്കും OnePlus S3 എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. മിങ്ഷ ഗോൾഡിന് പുറമെ അയൺ ഗ്രേ, കൂൾ ബ്ലൂ നിറങ്ങളിലും ഈ ഫോൺ ലഭ്യമായേക്കാമെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 1.5K X1 ഓറിയന്റൽ സ്ക്രീനുമായി എത്തുന്ന ആദ്യ ഫോൺ ആയിരിക്കും OnePlus S3 എന്നും ലീ അവകാശപ്പെട്ടിരുന്നു. അതേസമയം ജനുവരി 4 ചൈനയിൽ മാത്രമായിരിക്കും OnePlus ഈ ഫോൺ അവതരിപ്പിക്കുന്നത്. ജനുവരി 23 OnePlus S3യുടെ ആഗോള ലോഞ്ച്. ഫോണിന്റെ മറ്റ് ഫീച്ചറുകൾ പരിശോധിക്കുമ്പോൾ 6.78 ഇഞ്ച് ആയിരിക്കും ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ വലിപ്പം. ഈ ഡിസ്പ്ലേക്ക് 120 Hz റിഫ്രഷ് റേറ്റും അവകാശപ്പെടാനുണ്ടായിരിക്കും. 16 GB വരെ റാമും 256 GB വരെ സ്റ്റോറേജും ഈ ഫോൺ ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുമ്പോൾ IMX890 50 MB ആയിരിക്കും മെയിൻ സെൻസർ. ഇതിനു പുറമെ 8 MBയുടെ ഒരു സെൻസറും 2 MBയുടെ ഒരു മാക്രോ സെൻസറും ഫോണിന്റെ പിൻവശത്തായി ഇടം പിടിച്ചേക്കാം. സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി ഫോണിന്റെ മുൻവശത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്ന ഫ്രണ്ട് ക്യാമറ 16 MB ആയിരിക്കും. 110 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 5500 mAh ബാറ്ററിയും ഫോണിൽ ഉണ്ടായിരിക്കാം. ഫോണിന്റെ വിലയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും OnePlus പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും ഇതൊരു മിഡ് ബഡ്ജറ്റ് ഫോൺ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ജനുവരിയിൽ പുറത്തിറങ്ങുന്ന ഗാലക്സി S24 സീരീസിൽ S24, S24 Plus, S24 Ultra എന്നീ ഫോണുകളാണ് സാംസങ് പുറത്തിറക്കുന്നത്.